അങ്കമാലി യു.ഡി.എഫ് സ്ഥാനാർത്ഥി റോജി എം ജോണിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശകരമായ തുടക്കം. കാലടി മണ്ഡലം യു.ഡി.എഫ് കൺവെൻഷൻ എം.പി ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ അഴിമതികൾക്കെതിരെ പരിഹാസരൂപേണ ചാക്യാർകൂത്ത് അവതരണവും കൺവെൻഷനിൽ അരങ്ങേറി. അങ്കമാലി നിയോജക മണ്ഡലം യു.ഡി.എഫ് സ്ഥാനാർത്ഥി റോജി എം ജോണിന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിനായി കാലടി നാസ് ഓഡിറ്റോറിയത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ചോദ്യം ചോദിക്കുമ്പോൾ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറയുന്ന ആളുകളെ വീട്ടിലിരുത്താൻ പോകുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്ന കാര്യത്തിൽ സംശയം. സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾക്ക് മേൽ മുൻപിൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സർക്കാർ. ഈ സർക്കാർ അഴിമതിയും സ്വജനപക്ഷപാതവും കെടുകാര്യസ്ഥതയും മുഖമുദ്രയാക്കി എന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബെന്നി ബെഹനാൻ എം.പി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രാധാന്യം ഏറെ ഉൾക്കൊള്ളുന്നു. നമുക്ക് കേരളത്തെ വീണ്ടെടുക്കണം. അങ്കമാലി ശ്രീ റോജി മൂന്നാം വട്ടം എം.എൽ.എ ആക്കണം. മൂന്നാം വട്ടം എം.എൽ.എ ആക്കണം. ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. അതൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അനുകൂലമായിട്ട് വരുമെന്ന പ്രതീക്ഷയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും നമ്മൾ കാര്യക്ഷമമായി നടത്തുന്നതും പ്രയോജനകരമായി നടത്തുന്നതും നമ്മുടെ കുടുംബസംഗമങ്ങളുടെ വിജയമാണ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നത്. യു.ഡി.എഫ് ചെയർമാൻ പി.കെ. ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. എം.എ. ചന്ദ്രശേഖരൻ, മുൻ എം.എൽ.എ. പി.ജെ. ജോയി, മുൻ എം.എൽ.എ. കാലടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സെബി കിടങ്ങേൻ, ആർ.എസ്.പി. ജില്ലാ സെക്രട്ടറി ജോർജ് സ്റ്റീഫൻ, ഐ.യു.എം.എൽ. നിയോജക മണ്ഡലം പ്രസിഡന്റ് എം.കെ. അലി, ഡി.സി.സി. ജനറൽ സെക്രട്ടറിമാരായ പി.വി. സജീവൻ, അഡ്വക്കേറ്റ് കെ.വി. ജേക്കബ്, അഡ്വക്കേറ്റ് കെ.എസ്. ഷാജി, അഡ്വക്കേറ്റ് കെ.ബി. സാബു, സാംസൺ ചാക്കോ, ജോയി പോൾ, യു.ഡി.എഫ് അങ്കമാലി നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ ബേബി വി. മുണ്ടാടൻ, കൺവീനർ ടി.എം. വർഗീസ്, സെക്രട്ടറി ബേബി പാറേക്കാട്ടിൽ, കെ.കെ. ജോഷി, കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൗളി ബേബി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഹല്യ സദാനന്ദൻ, പി.വി. സ്റ്റീഫൻ, പ്രിൻസി ഡൊമിനി, പി.ആർ. മോഹനൻ, കെ.സി. ബേബി, ഷൈജൻ തോട്ടപ്പള്ളി, റെന്നി ജോസ്, പുഷ്പകല തങ്കപ്പൻ, സീന ദേവസിക്കുട്ടി, ഷാനിദ നൌഷാദ്, കെ.എ. സഹദേവൻ, ടിനു മോബിൻസ്, ജിനേഷ് വർഗീസ്, ലേഖ വത്സൻ, ജോജോ ജോൺ, റെനി പാപ്പച്ചൻ എന്നിവർ കൺവെൻഷനിൽ സംസാരിച്ചു. ഈ ഗവൺമെന്റിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് അങ്കമാലിയിലെ ഓരോ യു.ഡി.എഫ് പ്രവർത്തകരും നാം ഓരോരുത്തരും സ്ഥാനാർത്ഥികളാണ്, നാം ഓരോരുത്തരും റോജി എം ജോണാണ് എന്ന വിശ്വാസത്തോടുകൂടി അങ്കമാലി നിയോജക മണ്ഡലത്തിൽ റോജി എം ജോണിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കൊടുക്കുന്ന മണ്ഡലമായി മാറ്റാൻ ഓരോരുത്തരും പ്രവർത്തിക്കണമെന്ന് നമ്മൾ ഇതിനോടകം പ്രചരണ രംഗത്ത് വലിയ രീതിയിലുള്ള ഒരു മേൽക്കോയ്മ നേടിയിട്ടുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയായി നമ്മളുടെ ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥിയും ഒക്കെ കുറച്ചുകൂടി ഈ പ്രചരണ രംഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലും വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമുക്ക് അതിനെയും മറികടന്ന് നമുക്ക് മുന്നേറേണ്ടതുണ്ട്. പി.കെ. ഷാജഹാൻ ചെയർമാനും റെന്നി പാപ്പച്ചൻ കൺവീനറുമായിട്ടുള്ള 251 അംഗ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് യോഗത്തിൽ രൂപം നൽകി. സർക്കാരിന്റെ സ്വജനപക്ഷപാതത്തിനും അഴിമതിക്കും കൊള്ളയ്ക്കും എതിരെ ആക്ഷേപഹാസ്യ രൂപേണ ഡോക്ടർ ജാക്സൺ തോട്ടുങ്കൽ അവതരിപ്പിച്ച ചാക്യാർകൂത്തും കൺവെൻഷന്റെ ഭാഗമായി അരങ്ങേറി. സ്വജനപക്ഷപാതം കാണിച്ചുകൊണ്ട് PSC റാങ്ക് വരെ തിരുത്തി കള്ളത്തരം കാണിക്കാൻ ബാക്കി ഞാൻ നേരത്തെ പറയാം. LDF അല്ലാണ്ട് ആരുണ്ട്? ന്യൂസ് ബ്യൂറോ, കാലടി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,